ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മുതലാമസ് ആണ്. സോ നമ്മുടെ ഓണപരീക്ഷയാണ് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്, കെമിസ്ട്രി പരീക്ഷ. അപ്പൊ മക്കളെ അറിയാലോ, നല്ല ടഫായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ ഓണപരീക്ഷയ്ക്ക് നമുക്ക് കെമിസ്ട്രിയിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പാസ് ആവാനെങ്കിലും പറ്റുള്ളൂ. നമുക്ക് പാസ്സായാൽ മതിയോ? പോരാ, നമുക്ക് ഫുൾ മാർക്ക് വേണം. സോ നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന്റെ കയ്യിലുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. ഒന്നാമത്തെ ചോദ്യം, ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് എക്സ് ഇസ് 283. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 283 ആണ്. പ്രതീകം യാഥാർത്ഥ്യമല്ല. ഫൈൻഡ് ദി അറ്റോമിക് നമ്പർ ഓഫ് എക്സ്. എക്സിന്റെ അറ്റോമിക് നമ്പർ എത്ര? മക്കളെ, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ അഥവാ Z എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്, അല്ലെ? ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഇത് നമുക്കറിയാം, അല്ലെ? അപ്പൊ നോക്കിക്കേ, ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കിട്ടിയാൽ അവിടെ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് മനസ്സിലാവും. കാരണം രണ്ടും ഈക്വൽ ആണല്ലോ. പ്രോട്ടോണിന്റെ എണ്ണം കിട്ടിയാൽ അറ്റോമിക് നമ്പർ കിട്ടും. അപ്പൊ ഈ ആറ്റത്തിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയാൽ മതി, അല്ലെ? അതെങ്ങനെയാ നമുക്ക് കിട്ടാം? ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അത് എത്രയാ? 2, 8, 3. അപ്പോ ഇവിടെ ഓരോ ഷെല്ലിലും വീതിച്ച് കൊടുത്തിട്ടുള്ള ഇലക്ട്രോണുകളെ തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഈ ആറ്റത്തിന്റെ കയ്യിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ശരിയല്ലേ? ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 13 ഇലക്ട്രോൺ. 2+8+3 13 ഇലക്ട്രോൺ ഉണ്ട്. 13 ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? 13 പ്രോട്ടോൺ ഉണ്ട്. 13 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അവന്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 13 ആയിരിക്കും. സോ ഈ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ അഥവാ Z എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ ആണോ? റെഡി ആണോ? അടുത്തത് ഏത് ഗ്രൂപ്പിലാണ്? അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഗ്രൂപ്പ് 1, 2 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഗ്രൂപ്പ് 2, 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടണം. ശരിയല്ലേ? അപ്പൊ നോക്കാം, ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 3. വാലൻസ് ഷെല്ലിൽ ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്, അല്ലെ? 2ൽ കൂടുതലാണ്. 2ൽ കൂടുതൽ ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ ഉണ്ട് എങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടണം. സോ 3 + 10 13. ഇതാണ് ഈ ആറ്റത്തിന്റെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, ഇനി അടുത്ത ചെന്താ? പീരിയഡ് നമ്പർ എത്രയാ? മക്കളെ, പീരിയഡ് നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുക? എത്ര ഷെല്ലുണ്ടെന്ന് നോക്കിയാൽ മതി, അല്ലെ? ഒരു ആറ്റത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡ് നമ്പറും തുല്യമായിരിക്കും. എത്ര ഷെല്ലുണ്ടോ അത് തന്നെയാണ് പീരിയഡ് നമ്പർ. ഓക്കെ ആണോ? അപ്പോൾ പീരിയഡ് നമ്പർ ഈസ് ഈക്വൽ ടു ഷെൽ നമ്പർ എന്ന് ഈസി ആയിട്ട് മിസ് പറയും. അപ്പൊ ഇവിടെ എത്ര ഷെല്ലുണ്ട്? KLM 1, 2, 3. 3 ഷെല്ലുണ്ട്. 3 ഷെല്ലുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ആറ്റത്തിന്റെ പീരിയഡ് നമ്പർ. സോ പീരിയഡ് നമ്പർ ഇസ് 3. യെസ്, 3 മാർക്ക് സെറ്റായി. അടുത്തത്, ടു വിച്ച് ഫാമിലി ഡസ് ഇറ്റ് ബിലോങ്? നോക്കിക്കേ, പീരിയോഡിക് ടേബിളിൽ ടോട്ടൽ 18 ഗ്രൂപ്പുകൾ ഉണ്ട്, അല്ലെ? ഇവർക്കൊക്കെ പേരുകളുണ്ട്. ഗ്രൂപ്പ് 1 ആണെങ്കിൽ ആൽക്കലി മെറ്റൽസ്, ഗ്രൂപ്പ് 2 ആണെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, 3 മുതൽ 12 വരെയാണെങ്കിൽ ട്രാൻസിഷൻ എലിമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ. ഗ്രൂപ്പ് 13 ആണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രൂപ്പ് 13 ആണെങ്കിൽ അവരെ നമ്മൾ എന്താ വിളിക്കുക? ബോറോൺ ഫാമിലി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ബോറോൺ ഫാമിലി, ബോറോൺ കുടുംബം എന്ന് പറയണം. ഇനി ഗ്രൂപ്പ് 14 ആണെങ്കിൽ കാർബൺ ഫാമിലി, 15 ആണെങ്കിൽ നൈട്രജൻ ഫാമിലി, 16 ആണെങ്കിൽ ഓക്സിജൻ ഫാമിലി, 17 ആണെങ്കിൽ ഹാലജൻസ്, അല്ലെ? 18 ആണെങ്കിൽ നോബിൾ ഗ്യാസസ് അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ. ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഇത് ഗ്രൂപ്പ് 13 ആണ്. സോ ബോറോൺ ഫാമിലി ആണ്. ഇനി റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസ് വിച്ച് കംസ് ജസ്റ്റ് ബിഫോർ എക്സ്. എക്സിന് തൊട്ട് മുന്നിൽ വരുന്ന ഉത്കൃഷ്ടവാതകത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. അതെങ്ങനെ എഴുതും? അപ്പൊ ഇത്രയും ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കണം? നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവരുടെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഹീലിയം ഒഴികെയുള്ള എല്ലാ നോബിൾ ഗ്യാസിന്റെയും വാലൻസ് ഷെല്ലിലുള്ളത് 8 ഇലക്ട്രോൺ ആണ്, അല്ലെ? നിയോൺ ആണെങ്കിൽ 2, 8, ആർഗൺ ആണെങ്കിൽ 2, 8, 8, ക്രിപ്റ്റോൺ ആണെങ്കിൽ 2, 8, 18, 8. അങ്ങനെ എല്ലാ നോബിൾ ഗ്യാസിന്റെയും ബാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്,
അല്ലെ. ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നോബിൾ ഗ്യാസിന്റെ എഴുതാനല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തായാലും ഇയാളുടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ആറ്റത്തിന്റെ തൊട്ട് മുന്നിലുള്ള ആളെന്നാണ് അല്ലെ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ആലോചിച്ചേ, ഈ ആറ്റം എത്രാമത്തെ പീരീഡിലുള്ള ആളാണ്? 3ാമത്തെ പീരീഡിലുള്ള ആളായിരുന്നു അല്ലെ. അതുകൊണ്ടാണ് 2, 8, 3 എന്ന് കോൺഫിഗറേഷൻ വന്നത്. അപ്പൊ ഇതിന് തൊട്ട് മുൻപേ ഉള്ള ആളെന്ന് പറയുമ്പോൾ 2ാമത്തെ പീരീഡിൽ വരുന്ന ആളാണ്, ശരിയല്ലേ? ഇയാള് 3ാമത്തെ പീരീഡിലുള്ള ആളാണ്. അപ്പൊ തൊട്ട് മുകളിലുള്ള ആളെന്ന് പറയുമ്പോൾ അത് 2ാമത്തെ പീരീഡിലുള്ള ആളാണ്. 2ാമത്തെ പീരീഡിലുള്ള ആറ്റം എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഷെല്ലുണ്ടാവും? പീരീഡ് നമ്പറും ഷെൽ നമ്പറും ഈക്വൽ ആണ്. 2ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ അവിടെ 2 ഷെല്ലുണ്ടാവും. 3ാമത്തെ പീരീഡിൽ 3 ഷെല്ലാണെങ്കിൽ 2ാമത്തെ പീരീഡിൽ അവിടെ 2 ഷെല്ലുണ്ടാവും. ഏതൊക്കെ ഷെല്ലുണ്ടാവാം? കെ ഷെല്ലും ഉണ്ടാവാം, എൽ ഷെല്ലും ഉണ്ടാവാം. ഇനി ഇതിന്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് ഏത് ഷെല്ലാ? ഏറ്റവും ബാഹ്യതമ ഷെൽ എന്ന് പറയുന്നത് 2ാമത്തെ ഷെല്ലാണ്, എൽ ഷെല്ലാണ്. അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നമുക്ക് മനസ്സിലായി? 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. നോബിൾ ഗ്യാസ് അല്ലേ, ഉത്കൃഷ്ടവാതകമല്ലേ. സോ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. ഇനി എഴുതിക്കൂടെ? ഇനി എങ്ങനെ വരും? അപ്പോ 2, 8 അല്ലെ. ആദ്യം തന്നെ എൽ ഷെല്ലിൽ ഇലക്ട്രോൺസ് കയറില്ല. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ കയറിയതിനു ശേഷം മാത്രമേ എല്ലിലേക്ക് ഇലക്ട്രോൺ പോവുകയുള്ളൂ. സോ കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, 2, 8 ആയിരിക്കും ഇലക്ട്രോൺ വിന്യാസം. ക്ലിയർ ആയോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉറപ്പായിട്ടും ഇതുപോലൊരു ചോദ്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. അപ്പൊ അതിൽ നിന്ന് തന്നെ 5 മാർക്കാണ് കേട്ടോ. 5 രീതിയിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു. സോ 5 മാർക്കാണ്. ഇനി അടുത്തത് കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ്സ് ടു ദ സെയിം പീരീഡ്? ഒരേ പീരീഡിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാ? നിങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇവിടെ ഒരേ പീരീഡിലുള്ളത് ആരാണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. നോക്കിയാൽ മനസ്സിലാവും. ഒരേ ഷെല്ലുള്ളവരെ നോക്കിയാൽ മതി അല്ലേ. പിയുടെ കയ്യിൽ 1, 2 ഷെല്ല്, ആറിന്റെ കയ്യിൽ 3 ഷെല്ല്, ക്യൂവിന്റെ കയ്യിൽ 2 ഷെല്ല്, എസിന്റെ കയ്യിൽ 3 ഷെല്ല്. ഇനി നിങ്ങൾ പറ. അപ്പോ ഷെൽ നമ്പറും പീരീഡ് നമ്പറും ഈക്വൽ ആണ്. ഒരേ ഷെല്ലുള്ളവരൊക്കെ ഒരേ പീരീഡിൽ വരുന്ന ആൾക്കാരാ. സോ ഒരേ പീരീഡിലുള്ള ആൾക്കാരൊക്കെ ആരൊക്കെയാ ഇവിടെ? നോക്കിക്കേ, ആരൊക്കെയാ? പിയും ക്യൂവും വരും, പിന്നെ ആറും എസും വരും അല്ലെ. ഇവരാണ് ഒരേ പീരീഡിലുള്ള ആൾക്കാർ. ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആരൊക്കെയാ? അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഗ്രൂപ്പ് കണ്ടെത്താം അല്ലെ. നോക്കിക്കേ, പി എന്ന് പറയുമ്പോൾ 2, 7 ആണ്. വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് കണ്ടെത്താൻ എന്താ ചെയ്യാ? 2ൽ കൂടുതൽ ഇലക്ട്രോൺസ് ആണ് ബാഹ്യതമ ഷെല്ലിൽ ഉള്ളത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനോട് 10 കൂട്ടണം. ഇവിടെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 7 + 10 17 എന്ന് വരും. ഇതാണ് പിയുടെ ഗ്രൂപ്പ് നമ്പർ. ഇനി നമുക്ക് ക്യൂവിന്റെ കണ്ടെത്താം. 2, 8 ആണ്. വീണ്ടും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഗ്രൂപ്പ് കണ്ടെത്താൻ 10 + 8 10 + 8 18 എന്ന് വരും. ഇനി 6 കണ്ടെത്താം. ബാഹ്യതമ ഷെൽ 2, 8, 1 അല്ലേ. വാലൻസ് ഷെല്ലിലുള്ളത് 1 ഇലക്ട്രോൺ ആണ് അല്ലെ. അപ്പൊ 1 ഇലക്ട്രോണേ ഉള്ളൂ എങ്കിൽ ഗ്രൂപ്പ് സിമ്പിൾ ആണ്, ഗ്രൂപ്പ് 1 ആയിരിക്കും. അപ്പൊ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2. അത് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തത് എസ് എടുക്കാം. എസ് എടുത്താൽ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ, 2, 8, 7 ആണ്. ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഗ്രൂപ്പ് കിട്ടാ? സിമ്പിൾ അല്ലേ. നോക്കിക്കേ, ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഗ്രൂപ്പ് കണ്ടെത്താൻ 7 + 10 17. ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞൂടെ ആരൊക്കെയാ? പിയും എസും അല്ലെ. പിയും എസും ആണ് ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാര്. ഇനി നോബിൾ ഗ്യാസ് ആരാ മക്കളെ? നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ അവരുടെ വാലൻസ് ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. ഉത്കൃഷ്ടവാതകത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് ആയിരിക്കണം. സോ 8 ഇലക്ട്രോൺസ് ഉള്ള ആള് നോബിൾ ഗ്യാസ് ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ 8 ഇലക്ട്രോൺ ഉള്ളത് ആരാ? ക്യൂ ആണ്. സോ നമ്മുടെ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഇവിടെ ക്യൂ ആയിരിക്കും. സിമ്പിൾ. യെസ്, സെറ്റ് അല്ലേ? യെസ്. ഇനി ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ ഓഫ് എലമെന്റ് എസ്. എസ് എന്ന് പറയുന്ന ആളുണ്ട്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 7 ആണ്. ഗ്രൂപ്പും പീരീഡും ഓൾറെഡി കണ്ടെത്തി. എന്നാലും ഇത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് മറക്കാണ്ട് ഇതിന്റെ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കമന്റ് മിസ് നോക്കുന്നുണ്ടാവും. സോ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നമ്മൾ കെമിസ്ട്രി സെറ്റ് ആക്കും. നമ്മുടെ മെഗാ മാരത്തോണിന്റെ കാര്യം മറക്കണ്ട, നമ്മൾ അടിപൊളിയാക്കുന്നതായിരിക്കും. അപ്പൊ മക്കളെ കെമിസ്ട്രി സെറ്റ് ആക്കാൻ റെഡി ആണെങ്കിൽ എല്ലാവരും ഫയർ ഇമോജി ഇടുക. ഒപ്പം ഇതിന് ഉത്തരം കൂടെ എഴുതിയിടാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.